ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ രണ്ടാം ഘട്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എഴുതിയിട്ടുള്ളവരാണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിലും ഒക്കെ മനസ്സിലാവും. കഴിഞ്ഞ ഘട്ടത്തിനെക്കാട്ടും ഇത്രയും കൂടി കുറച്ചും കൂടിയും ഒരു ടഫർ സൈഡിലായിരുന്നു ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത്. GK ആണെങ്കിലും അതേപോലെ ഇംഗ്ലീഷും മാത്സും ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഒരു കടുപ്പമുണ്ടായിരുന്നു ഇന്നത്തെ എക്സാമിന്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളാണ്, കറക്റ്റ് ആണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്, ആ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മപരിപാലന സംഘം സ്ഥാപിച്ചത്. അങ്ങനെ ഇത് 4 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ചേരും പഠിച്ചെടുക്കുക, മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിൽ മരുതം എന്ന് പറയുന്നത് തണ്ണീർത്തട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പാലയാണെങ്കിൽ അത് കൊള്ളയടിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി മുല്ലയാണെങ്കിൽ അത് മൃഗസംരക്ഷണമാണ്. നെയ്തലാണെങ്കിൽ ഉപ്പ് നിർമ്മാണമാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് എന്ന് വാദിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധിജിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 1604 സാമുദ്രിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വോണ്ടർ ഗോഹൻ ആണ്. ഓക്കെ, വോണ്ടർ ഗോഹൻ ആണ്. ഇനി താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമിനെയും അതുപോലെ തന്നെ RSSനെയാണ്. ഇത് രണ്ടിനെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ടാവും. രാജ്ഗുരുവിനെ തൂക്കിലേറ്റിയ ഡേറ്റ് ആണിത്. ഇനി ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് അത് രാമചന്ദ്ര ഗുഹയാണ്. ഓക്കെ, രാമചന്ദ്ര ഗുഹയുടെ ബുക്കാണ് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത്, അതായത് തെറ്റായത് ഏതാണെന്നുള്ളതാണ് പറയേണ്ടത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാണ്. ഇനി 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ള കാര്യം അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് അഫയറിൽ വരുന്നതാണ്. അത് വിഷ്ണു ഡിയോ സായി ആണ്. ഓക്കെ, വിഷ്ണു ഡിയോ സായി ആണ് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായ വോട്ട് ചെയ്ത താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ ലൈബീരിയ മാത്രമാണ് അനുകൂലമായിട്ട് അതിൽ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പശ്ചിമഘട്ടവും പടിഞ്ഞാറൻ തീരസമതലങ്ങളുമാണ്. ഓപ്ഷൻ ബി. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഇത് മടക്കു പർവ്വതങ്ങളെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതിൽ അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് മടക്കുമലകൾ ഉണ്ടാകുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി യൂറലുകളും അപ്പലാച്ചികളും പഴയ മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്, അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ആൻഡീസും ഹിമാലയവും ഇളം മടക്കു മലകൾക്ക് ഉദാഹരണമാണ് എന്നുള്ളതും കറക്റ്റ് ആണ്. അപ്പം ഓപ്ഷൻ എ എല്ലാം കറക്റ്റ് ആണെന്നുള്ളതാണ് വരുന്നത്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരുന്ന ദിവസം സംഭവിക്കുന്നു, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ് എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, എല്ലാം കറക്റ്റ് ആണ്. ഇനി ഇതിലെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നത് ഇതായിരുന്നു, പാമ്പാടും ചോല ദേശീയോദ്യാനം എവിടെയാണ് എന്നുള്ളതാണ്. അത് ഇടുക്കിയിലാണ് വരുന്നത്. ഇനി സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. ആൻഡ് പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്ലാങ്ക്ടോൺ എറോസെൽ ക്ലോഡ് ഓഷ്യൻ എക്കോസിസ്റ്റം ആണ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി GST കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. GST കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു എന്നുള്ളത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി പരോക്ഷ നികുതി സംബന്ധിച്ച കെൽട്രോൺ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായിട്ട് GST എന്ന ആശയം മുന്നോട്ട് വെച്ചു, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അപ്പോൾ തെറ്റായതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി
RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ്. RBI 6 മാസത്തിലൊരിക്കലാണ് മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. MPCയിൽ 7 അംഗങ്ങളാണുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ് എന്നതാണ്. അത് വരുമാന വർധനവ് മൂലം ഉണ്ടാകുന്ന സർക്കാരിന്റെ ചെലവിലെ മാറ്റങ്ങളെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഫിസ്ക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൂന്നും ശരിയാണ്. ഓക്കെ, ഈ 3 ഓപ്ഷൻസും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ കുറച്ചൊരു ഹൈ ലെവൽ ടൈപ്പ് ക്വസ്റ്റൻ ആയിപ്പോയി. ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇത്. അത്യാവശ്യം നല്ല ഒരു നോളേജ് എക്കണോമിക്സിലുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുക. അടുത്തത് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 5.9% ആണ്. ഇനി 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് എന്നുള്ളതാണ് ഇതിൽ ആ ടൈമിൽ വന്നിട്ടുള്ളത്. അത് പൗരത്വമായിരുന്നു. ഓക്കെ, നമ്മൾ ഭരണഘടന കൊണ്ടുവന്ന സമയത്ത് തന്നെ വന്നിട്ടുള്ളത് ഏതാണ്? അത് പൗരത്വമാണ്. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായിട്ടുള്ള മൗലികാവകാശം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർട്ടിക്കിൾ 14 ആണ്. ആർട്ടിക്കിൾ 14 വിദേശികൾക്ക് ലഭ്യമായിട്ടുള്ള മൗലികാവകാശമാണ്. ഇനി ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നിട്ടുള്ളത് അത് ഓപ്ഷൻ ബി 1971 താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സാമൂഹ്യ സുരക്ഷയും സാമൂഹ്യ ഇൻഷുറൻസുമാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിന്റെ മുഖ്യ അതിഥിയായിരുന്നത് അത് ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് ആയിരുന്നത് സുകർണോ ആയിരുന്നു. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഈ ക്രാന്തി എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്രാന്തി എന്ന് പറയുന്നത്. ഇനി താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗം ആയിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ ആയതുകൊണ്ട് തന്നെ അത് കേന്ദ്ര സർക്കാരിന്റെ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഇനി സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഉപദേശക സ്ഥാപനമാണ്. കറക്റ്റ് ആണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റ് മാത്രമാണ് നീക്കം ചെയ്യാൻ കഴിയൂ. അത് കറക്റ്റ് ആണ്. കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതും ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായിട്ട് സെൻസസ് നടന്നത്? അതൊരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ബി 2011 നടന്നിട്ടുള്ളത്. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള മണിപ്പൂറാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അത് ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രിൻ്റെതാണ്. 33ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. അതിൻ്റെ ആൻസർ കണ്ടെത്തുന്ന സമയത്ത് ഞാൻ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാവേ. ഇനി അടുത്തത് 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയിട്ടുള്ളത് ഒരു മലയാളിയായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 6 മലയാളികളിൽ ഒരു വ്യക്തിയാണ് 1995 കിട്ടിയിട്ടുള്ളത്. അത് MT വാസുദേവൻ നായരായിരുന്നു. ജ്ഞാനപ്പാനയുടെ രചയിതാവ്. വളരെ ഈസി ഉള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അത് പൂന്താനം നമ്പൂതിരിപ്പാടാണ്. പരമ്പരാഗത നാടോടി നൃത്തമായിട്ടുള്ള ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇംഗ്ലീഷിൽ എന്താ പറയുക ട്രാൻസ്ലേഷനിൽ വന്നിട്ടുള്ള എറേഴ്സ് ഒക്കെയാണ്. രാജസ്ഥാനിലെ നാടോടി നൃത്തമാണ് ഘൂമർ എന്ന് പറയുന്നത്. അടുത്തത് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചാൽ അത് 1955 മെയ് 11 സ്ഥാപിതമായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്. ഇത് ഈസി ക്വസ്റ്റൻ ആയിരുന്നു. ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സി മിലാനും കോട്ടിനാടി എംബോസോയും വെച്ചിട്ടാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഇനി ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത് അറിവ് സ്വതന്ത്രമായിടത്ത് എന്ന് തുടങ്ങുന്ന ആ ഒരു ലൈൻസ് വരുന്നത് അത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ ലൈൻസ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഐ ടിയിലെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി നല്ല ഈസി ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. താഴെ പറയുന്നവർ ഏതാണ് ഇൻപുട്ട് ഉപകരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്പീക്കർ, മോണിറ്റർ, പ്രിന്റർ, സ്കാനർ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്കാനറാണ് ഇൻപുട്ട് ഉപകരണം, ബാക്കിയൊക്കെ ഔട്ട്പുട്ടാണ്. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വേർഡ് പ്രോസസർ, വിൻഡോസ് ലിനക്സ് യൂണിക്സ് ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത് വേർഡ് പ്രോസസർ ആണ്.
ഒരു വലിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ നമ്മൾ വാൻ എന്ന് പറയുന്നു. ഓക്കെ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് അഥവാ വാൻ എന്നാണ് പറയുന്നത്. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? അത് ബ്രൗസറാണ്, വെബ് ബ്രൗസറിനെയാണ് അങ്ങനെ പറയുന്നത്. ഇനി IT ആക്ട് നിലവിൽ വന്ന വർഷം AC ആണ് 2000-ലാണ് IT ആക്ട് നിലവിൽ വരുന്നത്. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം ചോദിച്ചാൽ അത് 8.3 സെക്കൻഡ് ആണെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടാവും. പക്ഷേ എല്ലാ 8.3 മിനിറ്റ് ആണ്, തെറ്റിപ്പോകരുത്. 8 മിനിറ്റും 30 സെക്കൻഡ് 20 സെക്കൻഡ് ആ ഒരു രീതിയിലാണ് ഉള്ളത്. പലരും ഈ ഒരു ആൻസർ ആണ് എഴുതിപ്പോയിട്ടുള്ളത്. ഇനി അടുത്തത്, ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണികാ ഭൗതിക ഗവേഷണമാണ്. ഓക്കെ, കണികാ ഭൗതിക ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജോൽപാദനം എന്ത് വഴിയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അണുസംയോജനമാണ്. ഓക്കെ, അണുസംയോജനം, ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് വരുന്നത്. ഇനി ജീവജാലങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ ചോദിച്ചാൽ അത് കോശശ്വസനമാണ്, കോശശ്വസനം. ഓപ്ഷൻ ബി. ഇനി COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ദുബായിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. 51ാമത്തെ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 52ൻ്റെതാണെങ്കിൽ ഓപ്ഷൻ സി 8/15 എന്നുള്ളതാണ് വരുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്, 24 ആണ്. 54ാമത്തതിന്റെ ഓപ്ഷൻ ബി 241 ആണ് വരുന്നത്. 55ാമത്തേൻ്റെത് ഓപ്ഷൻ ഡി 16 ദിവസം. 56ാമത്തതിന്റെ ഓപ്ഷൻ ബി 184 എന്നുള്ളതാണ്. 57ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഇത്തിരി ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ 57ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 42 ഡിഗ്രി എന്നുള്ളതാണ്. 59ാമത്തേതാണെങ്കിൽ അത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് പേരക്കുട്ടി, ഓപ്ഷൻ ബി ആണ് വരുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 155 ആണ്. 62ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 31 ആണ്. 63ന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഞായറാഴ്ച എന്നുള്ളതാണ്. 64 എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്നുള്ളതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 12 ആണ് വരുന്നത്. 65ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5 കിലോമീറ്റർ ആണ്. 66 ആണെങ്കിൽ ഓപ്ഷൻ ബി 33 എന്നുള്ളതാണ്. ഇനി കാട് മൃഗശാലയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കടൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? എക്വേറിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി 68ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് ബി 122 ആണ്. 69ൻ്റെത് ബി 0.01 ആണ് വരുന്നത്. 70ൻ്റെത് സി ആണ്, 5418. ഇനി ഇംഗ്ലീഷും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് വൺ മസ്റ്റ് ഡു വൺസ് വർക്ക് എന്നാണ് വരുന്നത്. സി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് അക്വൈൻറ്റൻസ്, സി ആണ് ആൻസർ. ഇനി ദ മെജസ്റ്റിക് മെഹാഗണി ടേബിൾ അങ്ങനെ തുടങ്ങണം. അതിനുശേഷം വരുന്ന സാധനങ്ങൾ ജമ്പിൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പ്രോപ്പർ സീക്വൻസിൽ എഴുതാനുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് പ്രോപ്പർ സീക്വൻസിൽ വരുന്നത്. ഇനി ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് എഫക്ട് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് ആ ഓഷ്യൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഐഡന്റിഫൈ ദ സിനോണിം ഓഫ് വെൻറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻറേറ്റിന്റെ സിമിലർ മീനിങ് ഉള്ളത് റെസ്പെക്റ്റിനാണ്. ഇനി ഐഡന്റിഫൈ ദ ആന്റോണിയം ഓപ്പോസിറ്റ്, ഇമാൻസിപ്പേഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് അത് ഇൻവിഗറേഷൻ ആണ് കേട്ടോ, ഇൻവിഗറേഷൻ ആണ്. ഇനി ഐഡന്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ്. ബ്ലർഡ് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ മഡിൽഡ് അൺക്ലിയർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് ഇനി എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഇസ് കോൾഡ് നിംബസ്. നമ്മൾ ജോഗ്രഫിയിലൊക്കെ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഐ ഡാഷ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. ഐ എം ഗോയിങ് എന്നുള്ളതാണ് വരുന്നത്. കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നതാണ് കാര്യങ്ങൾ. I am going to the market with my friends now. This brand of furniture is dash any other brand of furniture in the market is costlier than any other brand of furniture in the market. C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. She agree with whatever conditions were put before her. Okay, agree with ആണ് വരിക. ഇനി ഐഡന്റിഫൈ ദ മോസ്റ്റ് suitable pair of words to complete the sentence. Despite being the dominant partner in the relationship, the franchisor does not always have all the advantages. Option D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. We are happy that our chief minister with a member of his cabinet is to be present at the function. Option A ആണ് ആൻസർ. No sooner had she entered the room than the light went out. No sooner കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടുന്ന് എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. Than മാത്രമേ അവിടെ പിന്നെ വരുള്ളൂ. ഇനി we met her immediately after the session in which she had given a nice speech. Option B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The guest admired my paintings but they seemed to have disliked my writings. Option C ആണ് ആൻസർ. ഇനി ornithology means the study of birds ആണ്. Okay, ornithology study of birds ആണ്. Select the alternative
ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾട്ടർനേറ്റീവ് വേർഡ് ആയിട്ടുള്ളത് അത് അൺപ്ലസൻറ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മലയാളത്തിലാണെങ്കിൽ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അത് ബി ആണ്. അരോഗ ശരീരം എന്നാണ് പറയുന്നത്. പോട്ടെ പ്ലസ് അവൻ ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? രണ്ടും ശരി. പോട്ടവൻ എന്നും പറയും, പോട്ടെ അവൻ എന്നുള്ളതും പറയും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പിരിച്ചെഴുതുക, കാട്ടിനേൻ എന്നുള്ളത് പിരിച്ചെഴുതിയിട്ടുണ്ടെങ്കിൽ കാട്ടി പ്ലസ് ഏൻ എന്നാണ് വരുന്നത്. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ ആ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം ചോദിച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്നും എടുത്ത നടപടി ഉചിതമായതായിട്ട് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. 96ാമത്തെ ക്വസ്റ്റ്യൻ, തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക എന്നുള്ളതാണ്. മധുപം ആണ് തേൻ എന്നതിന് അർത്ഥമായിട്ട് വരുന്നത്. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാനാർത്ഥത്തിലെ വരുന്നത്. കക്ഷത്തിലിരിക്കുന്നത് വീഴുകയും അരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം എന്നുള്ളതാണ്. എതിർലിംഗം എഴുതുക എന്നുള്ളതാണ്. ചെട്ടിച്ചിയുടെ എതിരിൽ ചെട്ടിച്ചി എന്നുള്ളതാണ് എതിർലിംഗമായിട്ട് വരുന്നത്. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പീതാംബരൻ ആണ്, പീതാംബരൻ. ഇനി ധൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം എല്ലാം പറയുന്നത് ധൃതി എന്നതിന് അർത്ഥം തന്നെയാണ്. ഓക്കെ, അപ്പം എല്ലാം ശരിയാണ്. ഓക്കെ, അപ്പം ഇതായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇന്ന് എഴുതിയവർക്ക് ഇത്തിരി ഡിസപ്പോയിൻറ്റിംഗ് ആയിരിക്കും, പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു എന്താ പറയുക കറക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഒരു എക്സാം കുറച്ച് മോശമായി എന്ന് വിചാരിച്ചിട്ട് ആരും അത് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് പഠിത്തം നിർത്തുകയോ അടുത്ത എക്സാം നോക്കാതിരിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഓക്കെ, നന്നായിട്ട് കുറച്ചും കൂടി ഉഷാറായിട്ട് തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നേരം കേട്ടത് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.